الله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതത്തിൽ നന്മതിന്മകൾ വേർതിരിക്കാനും സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനും പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു മതമായി നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ദീന് അത് പകൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ കാലഘട്ടങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും. പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ പരിപൂർണമായും ഇസ്ലാമിനെ പൂർത്തീകരിച്ച് തന്നിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. ഈ മതത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വഹാബികളെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞങ്ങൾക്ക് അറിയിച്ചു തന്നു, അല്ലെങ്കിൽ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമാണ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. ഈ ഒരു കാര്യത്തിൽ, അതായത് എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ച കാര്യത്തിൽ പടച്ച റബ്ബേ നീ സാക്ഷിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ആ രൂപത്തിൽ നമുക്ക് നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദീൻ അവിടെ പൂർത്തിയായി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തിയതുമാണ്. അവസാനം അല്ലാഹുവിൻ്റെ റസൂലിനിറങ്ങിയ വചനമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം, അൽയൗം, ഇന്നത്തെ ദിവസം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിനോട് ഈ ഒരായത്തിന് സ്വഹാബത്തിൻ്റെ മുന്നിൽ നിന്ന് ഓതുന്ന ആ സമയത്തെ, ആ ആയത്ത് ഇറങ്ങുന്ന ആ ദിവസത്തെക്കുറിച്ച് പറയാണ്. ഇന്നേ ദിവസത്തോടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന്, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി, അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് അവതീർണമായതോടുകൂടി ദീന് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ദീനിലേക്കൊരു പൊടി അങ്ങോട്ട് കൂട്ടാനുമില്ല, അവിടെ നിന്നൊന്ന് വെട്ടിച്ചുരുക്കാനും ഇല്ല. ദീനിൻ്റെ പൂർത്തീകരണം അവിടെ തീർന്നു. അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആശയപരമായി ആദർശത്തിൻ്റെ വിഷയത്തിൽ, വ്യക്തി വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളോ, നിങ്ങൾക്കിടയിൽ വല്ല ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും ഈ
ദീനിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടുപോകുന്നു. വതറക്തുഹും ഫീ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരികയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രണ്ട് കാര്യം ഏതാ? ഒന്ന് കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. രണ്ട് വസുന്നത റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആ സുന്നത്തിനെ, ആ പ്രവാചകന്റെ ചര്യയും നിങ്ങൾ പിൻപറ്റിയാൽ മതി. ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണം നിങ്ങൾ പിൻപറ്റി ജീവിച്ചാൽ മതി നിങ്ങൾക്കതിൻ്റെ പൂർത്തീകരണം ലഭിക്കാൻ. അപ്പോൾ ഖുർആനും സുന്നത്തും നിങ്ങൾ പിൻപറ്റി ജീവിക്കാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ആ ദീന് ഉൾക്കൊള്ളേണ്ടത് ഈ പ്രമാണങ്ങളിലൂടെയാണ്. ഈ പ്രമാണങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഈ പ്രമാണങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് ആണ് റസൂലുള്ളാഹിൻ്റെ നാവിൽ നിന്ന് നേരിട്ട് കേട്ടത്. ആ സ്വഹാബത്തിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൻ നാസി ഖർനി, ഉത്തമരായ തലമുറ എൻ്റെ തലമുറയാണ്, അത് സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ്, രണ്ട് തലമുറ അതിന് ശേഷം. അത് സ്വഹാബത്താണ് ഒന്ന്, താബീങ്ങളാണ് മൂന്നാമത്തത്, തബഉ താബീങ്ങളാണ്. ഈ മൂന്ന് തലമുറക്ക് പരിചയമുള്ളതാണ് ദീന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീന് കേട്ടവർ സ്വഹാബത്താണ്. ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണങ്ങളെ നാം മനസ്സിലാക്കേണ്ട മാനദണ്ഡം സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, സ്വഹാബത്ത് എങ്ങനെ ഒരായത്തും ഹദീസും എങ്ങനെ സ്വീകരിച്ച് ജീവിച്ചോ, ആ മാർഗമനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് പ്രമാണം ഉൾക്കൊണ്ട് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. ആ ജീവിതം സ്വഹാബത്ത് നമുക്ക് വ്യക്തമായ നിലക്ക് കാണിച്ചു തന്നു, വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. സഹോദരങ്ങളെ, ആ സ്വഹാബികൾ ഉൾക്കൊണ്ട പോലെ ദീനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ ഈ മതത്തിലേക്ക് ഇനി നല്ലതാണ്, അല്ലെങ്കിൽ സുഹൃതമാണ്, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരു പുതുതായ ഒരാശയം കൊണ്ടുവന്നാൽ അതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ഒരാളുടെ ജീവിതത്തിൽ ചെയ്താൽ അവനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി നോക്കൂ. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ, അഹ്ദസ എന്നുള്ള വാക്ക് മതത്തിലേക്ക് ആരെങ്കിലും പുതുതായ ഒരാശയം, ഒരു ആചാരത്തെ കൊണ്ടുവന്നാൽ, ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. എൻ്റെ കൽപ്പനയിലില്ലാത്ത, നമ്മുടെ കൽപ്പനയിലില്ലാത്ത, അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്, അത് ദീനായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതെത്ര നല്ലതായി നമുക്ക് തോന്നിയാലും ശരി, എത്ര ഖൈറാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിന് തോന്നലല്ല പ്രധാനം. ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാകണമെങ്കിൽ അത് അല്ലാഹ് പഠിപ്പിക്കണം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കണം. അപ്പോൾ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഉള്ളതാകണമെങ്കിൽ അതിന് മാർഗമാണ് അള്ളാഹുവും റസൂലും പഠിപ്പിക്കുക എന്നത്. അത് റസൂലിൽ നിന്ന് സ്വഹാബത്ത് എങ്ങനെ കേട്ട് ഉൾക്കൊണ്ടോ ആ ചര്യ അനുസരിച്ച് അത് സ്വീകരിച്ചു പോരുക എന്നുള്ളതാണ്. ആ സ്വീകാര്യത നമ്മുടെ എല്ലാ അമലുകളിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് പ്രധാനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പുതിയ ആചാരം ചെയ്താൽ, പുതിയതൊന്ന് കൊണ്ടുവന്നാൽ അവനെയും തള്ളണം. അതേപോലെ അമില അമലൻ, പ്രവർത്തിച്ചാൽ, ഒരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവന്നു, ആ കൊണ്ടുവന്നത് വേറെ ടീം പ്രവർത്തിച്ചു, കൊണ്ടുവന്നതിനെയും തള്ളണം, ഈ പ്രവർത്തിച്ചതിനെയും തള്ളണം. അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മുടെ കൽപ്പനയിലില്ലാത്ത, നമ്മുടെ ചര്യയിലില്ലാത്ത ഒരാചാരത്തെ കൊണ്ടുവന്നാലും, ഒരാചാരം ആരെങ്കിലും പ്രവർത്തിച്ചാലും, അതെത്ര നല്ലതായി അവൻ്റെ മനസ്സിന് തോന്നിയാലും ശരി, ഫഹുവ റദ്ദുൻ,
അത് തള്ളേണ്ടതാണ്. കാരണം അത് ബിദ്അത്താണ്. ബിദ്അത്തുകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുന്നവരാകണം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരാചാരത്തെയും സ്വഹാബത്ത് ചെയ്തിട്ടില്ല. ഖൈറുന്നാസി ഖർനി, ഉത്തമരായ തലമുറ എൻ്റെ തലമുറയാണ്, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പഠിപ്പിച്ച സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ആ ഉത്തമ തലമുറ എന്നറിയപ്പെട്ട 3 തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ദീനായി പൂർത്തീകരിച്ചു കൊടുത്തത്, സ്വഹാബത്ത് എങ്ങനെയാണോ അത് സ്വീകരിച്ചത്, ആ സ്വീകാര്യത അനുസരിച്ചാണ് താബീങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ അടുത്ത് നമുക്ക് കാണാം, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്നിട്ടൊരു മനുഷ്യൻ തുമ്മി. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ നിൽക്കുന്നൊരു മനുഷ്യൻ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇത് കേട്ട ഉടനെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, അതിൻ്റെ കൂടെ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നോക്കിങ്ങൾ, സ്വലാത്ത് നല്ലതല്ലേ? സ്വലാത്ത് നല്ലതാണ്. പക്ഷേ റസൂല് പഠിപ്പിക്കാത്തൊരു സ്ഥലത്ത് സ്വലാത്ത് കൊണ്ടുവരണമെങ്കിൽ പ്രമാണം വേണം. റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ അത് ചര്യയായി ഉണ്ടോ? ഇല്ല. എങ്കിൽ അവിടെ ഒരു സ്വലാത്ത് പാടില്ല. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് നല്ലതാണ്. പക്ഷേ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് റസൂൽ ചൊല്ലിയിട്ടുണ്ടോ? ബാങ്കിന് ശേഷം സ്വലാത്തുണ്ട്, ബാങ്കിന് മുമ്പ് സ്വലാത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. നല്ലതാണ്, നല്ലതല്ലേ എന്ന ശൈലിയിലാണ് ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ എല്ലാ തലങ്ങളിലും, ആഘോഷത്തിൻ്റെ പേരിൽ, അതെ, ഖുർആൻ പാരായണത്തിൻ്റെ പേരിൽ, ദിക്റുകൾ എന്ന പേരിൽ, സ്വലാത്തുകൾ എന്ന പേരിൽ, അതെ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഹുബ്ബ് എന്ന പേരിൽ, ഇങ്ങനെ പല കോലത്തിലും എന്തുണ്ട്, ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്വലാത്ത് ഇല്ല എന്നല്ല, സ്വലാത്തുണ്ട്. ഇസ്ലാമിലുള്ള സ്വലാത്തും ഇല്ലാത്ത സ്വലാത്തും വേർതിരിക്കണം. ഇസ്ലാമിലുള്ള ദിക്റുകളുണ്ട്. റസൂല് പഠിപ്പിക്കാത്ത കുറേ ദിക്റിൻ്റെ ശൈലികളും ദിക്റിൻ്റെ രൂപങ്ങളും നമ്മുടെ നാടുകളിൽ കാണാം. അതേപോലെ തന്നെ ആഘോഷത്തിൻ്റെ പേരിൽ, പ്രവാചകന്റെ ജന്മദിനാഘോഷം പോലെയുള്ള ഹുബ്ബിൻ്റെ പേരിലുള്ള ആഘോഷങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന പച്ചയായ ബിദ്അത്തുകൾ, അതൊക്കെ ബിദ്അത്തിൻ്റെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. കാരണം ആ വിഷയത്തിൽ പ്രമാണത്തിൽ തെളിവില്ലാത്തതുകൊണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായ ഭിന്നതകളും കടന്നു വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒന്ന് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ പണ്ഡിതന്മാരെ, കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല ഇഖ്തിലാഫുകളും അഭിപ്രായ ഭിന്നതകളും കടന്നു വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. എന്ന് പറഞ്ഞാൽ ഐ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണം. അതേപോലെ തന്നെ ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ റസൂലിലേക്ക് മടങ്ങണം. എന്ന് പറഞ്ഞാൽ ഹദീസിലേക്ക് മടങ്ങണം. നോക്കിങ്ങൾ, അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു, ഉലിൽ അംരി മിൻകും, കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താ? അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്.
അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ ഖുർആനും സുന്നത്തിനെയും മറികടന്നിട്ട് പണ്ഡിതന്മാർ അനുസരിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ ഖുർആനിന്റെയും സുന്നത്തും തെളിവുദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വ്യക്തമായ സ്വഹീഹായ രൂപത്തിൽ ഒരു കാര്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അനുസരിക്കാം. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ഒരു വിഷയത്തിൽ ഏത് പണ്ഡിതൻ പറഞ്ഞാലും ശരി അനുസരിക്കേണ്ടതില്ല, അവരെ പിൻപറ്റേണ്ടതില്ല. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ അമലുകളുടെ അല്ലെങ്കിൽ അഖീദയുടെ വിഷയത്തിൽ ശറഹിന്റെ കാര്യങ്ങളിൽ ഖുർആൻ എന്ത് പറഞ്ഞോ, ഹദീസ് എന്ത് പറഞ്ഞോ, അത് സച്ചരിതരായ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചുവോ അതാണ് മാനദണ്ഡമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത്. അങ്ങനെ മടങ്ങിയാൽ പിന്നെന്താ കിട്ടി? ഇന്നത് ബിദ്അത്താണ്, ഇന്നത് ഷിർക്കാണ്, ഇന്നതാണ് തൗഹീദ്, ഇന്നതാണ് സുന്നത്തിന്റെ വഴി എന്നൊരാൾക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിന് എന്തുണ്ടാവരുത്? ശക്കുണ്ടാവരുത്. ഖുർആൻ പറഞ്ഞ വാക്കെന്താ അറിയോ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖൈറത്തു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിധി പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ആ വിധിയെ മാറ്റിമറിക്കാൻ അവകാശമല്ല, ഒരാൾക്കും അവകാശമല്ല. അള്ളാഹുവിൻ്റെ വഹി ഒരു വിഷയത്തിൽ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഹീനെ മറികടന്നിട്ട് ഒരാൾക്ക് സ്വന്തം ഇഷ്ടത്തിന് അതിനെ മാറ്റിമറിക്കാൻ അവകാശമല്ല. മനസ്സിലാവുണ്ടോ? ഒരു പള്ളിക്കമ്മിറ്റിക്ക് കൂടിയിരുന്നിട്ട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ പറ്റൂല. ഈ വരുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഇപ്രാവശ്യത്തെ ജുമാ ശനിയാഴ്ച ആക്കാമെന്ന് ആർക്കും പറ്റൂല. പള്ളിക്കമ്മിറ്റിക്ക് അവകാശം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റൂല. ദുനിയാവിൻ്റെ കാര്യത്തിൽ ശൂറ കൂടി, ശറഹല്ലാത്ത വിഷയങ്ങളിൽ ശൂറ കൂടി തീരുമാനിക്കാൻ അവകാശമുണ്ട്. ദുനിയാവിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച ഒരു വിധിയെ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു രൂപത്തിനെ മാറ്റിമറിക്കാൻ ആർക്കും അവകാശമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നടക്കണം. ഹജ്ജ് കർമ്മം ശക്തമായ കാലാവസ്ഥ പ്രതികൂലമായിരിക്കും ഇപ്രാവശ്യം. അതുകൊണ്ട് ഈ കൊല്ലത്തെ ഹജ്ജ് അടുത്ത മാസമാക്കാം എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ദീനിൽ അങ്ങനെ ഒരു അവകാശം ആർക്കും അല്ല കൊടുത്തിട്ടില്ല. ഏത് വിഷയത്തിലാവട്ടെ അള്ളാഹുവിൻ്റെ ദീന് ഇബാദത്തായി അല്ലെങ്കിൽ വിശ്വാസമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനമെടുക്കാനോ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനോ ആ മതത്തിൻ്റെ ഉള്ളിലേക്ക് പുതിയ ഒരാചാരത്തെ കൊണ്ടുവരാനോ ഒരാചാരം വേണ്ടെന്ന് വെക്കാനോ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശം നൽകിയിട്ടില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം എന്താ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك ربنا തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ ഒരാൾക്ക് വ്യക്തത ലഭിച്ചു. ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് വ്യക്തമായി ഇന്നത് ബിദ്അത്താണെന്ന്, ഇന്നത് സുന്നത്താണെന്ന്, ഇന്നത് ഹലാലാണെന്ന്, ഇന്നത് ഹറാമാണെന്ന്, ഇന്നത് ജായിസാണെന്ന്, ഇന്നത് കറാഹത്താണെന്ന്, ഇന്നതൊക്കെ നമുക്ക് അനുവദിച്ചതാണ്, മറ്റുള്ളതൊക്കെ നമുക്ക് അള്ളാഹ് നിഷിദ്ധമാക്കിയതാണെന്നൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലില്ലാതെ ആ പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ്, ഖുർആനിനെയും സുന്നത്തിനെയും സ്വീകരിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനായി മാറുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാക്കാണ്. ഒരാൾ അപ്പോഴാണ് എന്താവുക? പരിപൂർണമായൊരു മുഅ്മിനായി മാറുക. അവസാനം സഹോദരങ്ങളെ, ഒരുപാട് ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്തുകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യഅശ് മിൻകും ബഅദി, മയ്യഅശ് മിൻകും ബഅദി. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരുപാട് ഭിന്നതകളിൽ ആളുകൾ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളമായ അഭിപ്രായ വ്യത്യാസത്തിൽ ആളുകൾ ജീവിക്കും.
ഒരുപാട് വിഷയത്തിൽ, വിശ്വാസ വിഷയങ്ങളിൽ വരെ അഭിപ്രായ ഭിന്നതയാണ്. അള്ളാഹനെ മാത്രം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം മുസ്ലിം സമൂഹത്തിൻ്റെ ഇടക്ക് നിലനിൽക്കുന്ന കാലം. അങ്ങനെ ഒരു കാലം വന്നാൽ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അലൈക്കും ബിസുന്നതി. അഭിപ്രായ ഭിന്നതകളിൽ ആളുകൾ പിടികൂടുന്ന കാലത്ത് നിങ്ങൾ നിൽക്കേണ്ടത് എവിടെയാണ്? ഞങ്ങളുടെ സംഘടന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരിങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ വല്ലിപ്പമാരിങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞങ്ങൾ അങ്ങനെ നിൽക്കുള്ളൂ നല്ല ദീന്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ ദിവസങ്ങൾ, കാലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അലൈക്കും ബിസുന്ന, നിങ്ങൾ സുന്നത്തിനെ, അലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ സച്ചരിതരായ സ്വഹാബത്ത്, ആ ഖുലഫാഉർ റാഷിദുകൾ സ്വീകരിച്ച അതേ പ്രകാരം, ആ സ്വഹാബത്ത് സ്വീകരിച്ച പ്രകാരം സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം. അള്ളൂ അലൈഹാ ബിന്നവാജിദ്. അണപ്പല്ല് കൊണ്ട് സുന്നത്തിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം. വ്യത്യസ്തമായ ഭിന്നതകളും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും ദീനിന്റെ വിഷയത്തിൽ കൊടികുത്തുന്ന കാലം കടന്നു വന്നാൽ അന്ന് നിങ്ങൾ സുന്നത്തിന് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാ. അള്ളൂ അലൈഹാ ബിന്നവാജിദ്. ഈ അണപ്പല്ലിന്റെ പ്രത്യേകത എന്താ? അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ഇതിന് ബലം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ സുന്നത്തിനെ ഭിന്നതയുള്ള കാലത്ത്, അഭിപ്രായ വ്യത്യാസം ആ രൂപത്തിൽ കടന്നു വരുന്ന കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സുന്നത്തിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളു അലൈഹാ ബിന്നവാജിദ് എന്ന് പഠിപ്പിച്ചിട്ട് പറയാണ്, ഇയ്യാക്കും ബിമുഹ്ദസാത്തിൽ ഉമൂർ. എല്ലാ നിലക്കും നിങ്ങൾ സൂക്ഷ്മതയോടെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്. എല്ലാ പുതിയ ആചാരങ്ങളും മതത്തിലേക്ക് കടന്നു വരുന്ന കാലം എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക. ദീന് അള്ളാന്റെ റസൂലും അള്ളാഹുവും പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു കാര്യം മതത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് അത് ദീനാണ്, അത് ഇസ്ലാമാണെന്നൊരാൾ വാദിക്കുന്ന കാലം വരും. അന്ന് നിങ്ങൾ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ആ അത്തരം ബിദ്അത്തുകൾ എന്ന് പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് ബിദ്അത്തുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നരകമാണ്, അവസാനം ചെന്നെത്തുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയമാണ്. അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നതാണ് ഖുർആനിലും സുന്നത്തിലും സ്വഹാബത്തിൻ്റെ ജീവിതചര്യയിലും. അതങ്ങനെയാണ് സ്വീകരിച്ചാൽ ഒരു പ്രശ്നമില്ല. ഖുർആനും സുന്നത്തും സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചോ അതേപോലെ സ്വീകരിച്ചാൽ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ലതാണ്, ഇന്നത് സ്വലാത്തല്ലേ, ഇന്നത് നിസ്കാരല്ലേ, അവിടെ ഒരു ഖുർആനോത്തല്ലേ, അതൊരു ഹുബിൻ്റെ പേരിലല്ലേ, ഒന്നും ആ ന്യായങ്ങളൊന്നും ദീനിൽ എന്തല്ല, തെളിവല്ല. നല്ലതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചെന്ന ദീനിൽ ഉണ്ടാവണം. അവിടെ ദീന് പൂർത്തിയായിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവിടെ ഇറങ്ങിയതോടുകൂടി ദീനോടെ പൂർത്തിയായി. ഇനി കൂട്ടാനുമില്ല കുറക്കാനുമില്ല. അത് ഉൾക്കൊണ്ട് ജീവിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അള്ളാഹു ആ രൂപത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്
ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മതത്തിലേക്ക് കൂട്ടിച്ചേർത്താൽ അവനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവൻ വാദിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഉൾക്കൊണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റിസാലത്തിൽ തൻ്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നവനെ പോലെയാണ്. അള്ളാഹുവും റസൂലും ദീന് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടില്ല എന്ന് വാദിക്കുന്നവനെ പോലെയാണ് പുതിയ ഒരാചാരം തനിക്ക് നല്ലതായി തോന്നിയതൊക്കെ ദീനിലേക്ക് കൊണ്ടുവരുന്ന ഒരാൾ അങ്ങനെ വാദിക്കുന്നവനെ പോലെയാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കണം. എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചതാണ്, ദീന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ പൂർത്തീകരിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണല്ലാ എന്ന് പ്രഖ്യാപിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഒരാൾ ദീനിലേക്ക് പുതിയ ആചാരം കൊണ്ടുവന്നാൽ, നല്ലതായിട്ട് ഓൻ്റെ മനസ്സിൽ തോന്നിയ നല്ലത് ദീനാണെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നാൽ, ദീനിലേക്ക് ചേർത്ത് വെച്ചാൽ അതിൻ്റെ പേരെന്താ? ബിദ്അത്താണെന്ന് മാത്രമല്ല, അവൻ എന്ത് വാദിക്കുന്നവനെ പോലെ അള്ളാഹിൻ്റെ റസൂല് തൻ്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയാം. അത്ര ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്തുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കുള്ളതാണെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല നരകം അവർക്ക് തടയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹൗദിൽ കൗസറിലെ വെള്ളം തടയുന്ന വിഭാഗം ബിദ്അത്തിന്റെ കക്ഷികളാണ് നാളെ പരലോകത്ത്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കും, ഹൗദുൽ കൗസറിന്റെ വെള്ളം. പക്ഷേ ഒരു വിഭാഗത്തിന് മുന്നിൽ മറയിടപ്പെടും, തടസ്സം നിൽക്കും, ഒരു മറ വരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയുമത്രേ, അല്ലാഹുവേ ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്താണല്ലാ. അന്ന് റബ്ബ് പറയുന്ന വാചകമുണ്ട്. അല്ല പറയുമത്രേ റസൂലുള്ളാഹിനോട്, ഖിയാമത്ത് നാളിൽ മഹ്ശറ ലോകത്ത് റബ്ബ് പറയുന്ന വാക്ക്, നബിയെ ആ ഉമ്മത്താണ്, പക്ഷേ നിന്റെ കാലശേഷം, റസൂലേ നിങ്ങളുടെ കാലശേഷം മതത്തിലേക്ക് എന്തൊക്കെയാണ് അവർ കടത്തിക്കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയില്ല റസൂലേ. രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. അള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന ഒന്നും റസൂൽ അറിഞ്ഞിട്ടില്ല, ഒന്ന്. രണ്ട്, ബിദ്അത്ത് ചെയ്തവന് ഹൗദിൽ നിന്ന് തടയപ്പെടും. മതത്തിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയില്ല നബിയേ. ഉണ്ടോ? അവർ ദീനിലേക്ക് കടത്തിക്കൂട്ടിയവരാണ്, അതുകൊണ്ട് അവർക്ക് ഹൗദിൽ നിന്ന് വെള്ളമില്ല, ഹൗദിൽ നിന്ന് വെള്ളമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ അവർ നാളെ പരലോകത്ത് നിന്ദിക്കപ്പെടുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു അമലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹു സ്വീകരിക്കൂല. അമലുകൾ തടയപ്പെടുന്ന കാര്യമാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹറാമിനേക്കാൾ ഗൗരവം, ഹറാമിനേക്കാൾ ഗൗരവം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിധി പറഞ്ഞതാണ്. ഹറാമിനേക്കാൾ ഗൗരവമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു ബിദ്അത്ത് ഒരു സ്ഥലത്ത് നടക്കുന്നു, അതേ ഇപ്പുറത്തൊരു ഹറാമും നടക്കുന്നുവെങ്കിൽ ഈ ഹറാമിനേക്കാൾ ഗൗരവമുള്ളതാണ് എന്ത്? ബിദ്അത്ത്. കാരണം ഹറാം ഒരാൾക്കറിയാം ഇന്നത് ഹറാമാണെന്ന്. കള്ളു കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ കള്ളുകുടിയേക്കാൾ ഗൗരവമുള്ളതാണ് ബിദ്അത്ത്. എന്തേ കാരണം? കള്ളുകുടി തെറ്റാണെന്നറിഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്? ചെയ്യുന്നത്. പക്ഷെ ബിദ്അത്ത് അങ്ങനെയല്ല, നല്ലതാണെന്ന വിചാരത്തോടു കൂടിയാണ് ബിദ്അത്ത് ചെയ്യുന്നത്. അയാൾ തിരുത്താനും അയാൾ നന്മയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. ഇവിടെ അയാൾക്കറിയാം ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, ഹറാമാണെന്നറിയാം, അത് വേണ്ടാത്തരമാണെന്ന് അയാൾക്കറിയാം. പക്ഷേ മറ്റേയാൾ അങ്ങനെയല്ല, പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് ആ ഇബാദത്ത് ചെയ്യുന്നത്. അത് ബിദ്അത്താണ്, എന്നിട്ടും അത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ അതിന് ഗൗരവം കൂടുതലാണ്. അതിൽ നിന്ന് റിക്കവറായി അല്ലെങ്കിൽ അയാൾ തിരിച്ചു മടങ്ങാൻ പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ ദീനായി വ്യക്തമായ നിലക്ക് മനസ്സിലാക്കും. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കാലെടുത്തു വെച്ചു. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ മാസം വന്നാൽ നമ്മുടെ നാടുകളിൽ തോരണങ്ങൾ കെട്ടലായി, ആഘോഷങ്ങളായി. അതിൻ്റെയൊക്കെ ഇസ്ലാമിലെ പ്രമാണത്തിൽ എന്താണ്, ഇസ്ലാമിക പ്രമാണത്തിൽ അതിന് തെളിവുള്ളത് പഠിക്കുക. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അന്വേഷിക്കുക. എന്നിട്ട് ദീനാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക.
അതിൽ നിന്ന് പിന്മാറുക, ബിദ്അത്തുകളുമായി ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ അല്ലാത്തവരൊക്കെ രോഗബാധിതരായി കിടക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും പരിപൂർണമായ ഷിഫാഇനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.